എല്ലാവർക്കും നമസ്കാരം. മണിയത്താറ്റുമന ജ്യോതിഷം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നിറമാർന്ന സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി 2026 പിറക്കുവാൻ പോവുകയാണ്. വേദ ജ്യോതിഷ പ്രകാരം 2026 നോക്കിക്കാണുമ്പോൾ അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ നടക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഇന്ന് ഈ അധ്യായത്തിൽ നാം നിങ്ങളോട് പറയുവാൻ പോകുന്നത്. 2026 അശ്വതി നക്ഷത്രത്തിന്റെ ഫലത്തെപ്പറ്റി ഏറ്റവും ആധികാരികവും സമഗ്രവും സത്യസന്ധവും വിശ്വാസയോഗ്യവുമായ ഒരു ജ്യോതിഷ പ്രവചനമാണ് ഈ അധ്യായത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അശ്വതി നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ ഈ പുതുവർഷ ഫലം കേൾക്കണം, ഇല്ലെങ്കിൽ അവരോട് ഇത് പറയണം. കാരണം ഒരുപാട് ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പുതുവർഷമാണ് വന്നു ചേരുന്നത്. കാരണം അശ്വതി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ 10 വർഷക്കാലത്തിലേറെയായി ചില കഷ്ടകാലങ്ങളിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 2026 അവരുടെ ഉച്ചയിൽ ശുക്രൻ ഉദിക്കുന്ന പുണ്യവർഷമായിട്ടാണ് ജ്യോതിഷ ഫലപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദോഷഫലങ്ങൾ ഇല്ല എന്നുള്ളതല്ല, മറിച്ച് ആ ദോഷഫലങ്ങൾക്കുള്ള പരിഹാരം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം. അത് ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങളെല്ലാം മാറി ശുഭകരമായ ഫലങ്ങൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് എത്തപ്പെടുവാൻ സാധിക്കുകയും ചെയ്യും. അശ്വതി നക്ഷത്രക്കാർ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുണ്ടെങ്കിൽ അവരോട് ഇത് കാണാൻ പറയാനും അയച്ചു കൊടുക്കാനും ഒന്നും നിങ്ങൾ മറക്കരുത്. കാരണം അറിഞ്ഞു മുന്നോട്ട് പോകുന്നത് വലിയ വിജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ സഹായിക്കും. 2026 മൊത്തത്തിൽ നോക്കിക്കാണുമ്പോൾ ഏറ്റവും ശുഭകരമായ ഫലങ്ങളാണ് അശ്വതി നക്ഷത്രക്കാർക്ക് സംഭവിക്കുക. നിങ്ങളുടെ ആരോഗ്യം, കുടുംബം, വിദ്യാഭ്യാസം, സാമ്പത്തികം, ജോലി, ഭാഗ്യം, ഈ 6 മേഖലകളിലൂടെയും ഇന്ന് ഞാൻ കടന്നു പോകുന്നുണ്ട്. ശുക്രാനുഗ്രഹം അഥവാ മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ഒരു സമയത്തിലൂടെയാണ് 2026 ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്നത്. അതിന്റെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന ഒരു വർഷമായിരിക്കും 2026. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില ദോഷവശങ്ങൾ ഇല്ല എന്നല്ല, മറിച്ച് ഗുണാനുഭവങ്ങൾ കൂടുതലായി വന്നു ചേരും എന്നുള്ളതാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായിട്ട് പല മാറ്റങ്ങളും സംഭവിക്കുന്ന ഒരു വർഷമാണ് 2026. തൊഴിലിൽ പ്രൊമോഷൻ, ആഗ്രഹിച്ചിരുന്ന തൊഴിലവസരങ്ങൾ ലഭിക്കുക, തൊഴിലിൽ ഉയർച്ച, നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുക, ചെയ്യുന്ന തൊഴിലിൽ പേരും പ്രശസ്തിയും അനുമോദനവും നേടിയെടുക്കുവാൻ കഴിയുക, തൊഴിൽ മേഖലയിൽ ലോകം ഇവരെ അംഗീകരിക്കുക, ഇവരെ തേടി നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങൾ ഒക്കെ വന്നു ചേരുക, കർമ്മപുഷ്ടി ഉണ്ടാവുക, കർമ്മമേഖലയിൽ സർവത്ര വിജയമുണ്ടാകുക, ഇതൊക്കെ സംഭവിക്കുന്ന ഒരു വർഷമാണ് വേദ ജ്യോതിഷ പ്രകാരം 2026. നിങ്ങൾ ചെയ്യുന്ന ഏത് തൊഴിലും ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏത് ബിസിനസ്സും ആയിക്കൊള്ളട്ടെ, അതിൽ നിങ്ങൾക്ക് ഉയർച്ച കണ്ടെത്തുവാൻ കഴിയും. അതുമൂലം വൻതോതിൽ ധനവളർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അതായത് സാമ്പത്തികമായിട്ട് മേന്മ, ഔന്നത്യം, ഉന്നതിയാണ് 2026 സംഭവിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം ആരോഗ്യപരമായ കാര്യമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് മേന്മകൾ കണ്ടെത്തുവാൻ 2026 കഴിയും. രോഗശാന്തി ഉണ്ടാവും കേട്ടോ. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങള്, പല ശാരീരിക അവശതകള്, അതുപോലെ ചില സ്കിൻ ഡിസീസസ്, ഇതിൽ നിന്നൊക്കെ രോഗശാന്തി ഉണ്ടാകുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത്. നിങ്ങളുടെ ചികിത്സ പൂർണ്ണമായിട്ടും ഫലപ്രദമാകുന്ന സമയമാണ്. ഈശ്വരാധീനം ഉള്ളത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഏത് ചികിത്സയും ഫലപ്രദമാവും. ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആയുരാരോഗ്യ സൗഖ്യം വീണ്ടെടുക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് 2026. ഇനി മൂന്നാമത് നിങ്ങളുടെ കുടുംബം പരിഗണിക്കുമ്പോൾ, കുടുംബത്തിൽ ചില മംഗള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുവാൻ, ചില മംഗള കാര്യങ്ങൾ നടത്തുവാൻ ഈശ്വരാധീനം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് 2026 പുതുവർഷം. അതുപോലെ ഇഷ്ട ഉദ്യോഗ ലബ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. സിവിൽ സർവീസ് പരീക്ഷകൾ, മറ്റു മത്സര പരീക്ഷകൾ, PSC പരീക്ഷകൾ, അതുപോലെ UPSC പരീക്ഷകൾ, ഇതൊക്കെ എഴുതുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് സൗഭാഗ്യം വന്നു ചേരുന്ന ആ പരീക്ഷകളിലെല്ലാം ഉയർന്ന വിജയം, ഇന്റർവ്യൂകളിൽ മികച്ച അപ്പിയറൻസ് ഒക്കെ നടത്തുവാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് 2026. നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ട് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന, മഹാവിഷ്ണു നിങ്ങളെ അനുഗ്രഹിക്കുന്ന,
മഹാലക്ഷ്മി നിങ്ങളെ അനുഗ്രഹിക്കുന്ന, അതാണ് പറഞ്ഞത്, ശുക്രദേവന്റെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയമാണ്. ഗുരുവായൂരപ്പന്റെ ഒരു ചൈതന്യം, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ചൈതന്യം അശ്വതി നക്ഷത്രക്കാരിൽ കാണുവാൻ സാധിക്കും. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ, ഗുരുവായൂരപ്പന്റെ ഒരു പ്രഭ തൊട്ടറിയുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് 2026. മിക്ക ഈ നക്ഷത്രത്തിൽപ്പെട്ടവരും ശ്രീകൃഷ്ണ ഭക്തർ അല്ലെങ്കിൽ ഗുരുവായൂരപ്പ ഭക്തരാണ് എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ്. വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ്. വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത്. ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് പഠന കാര്യങ്ങളിൽ കുറേയേറെ അലസത, മടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത്. ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ, ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും. ഭഗവാന്റെ, ഞാൻ പറഞ്ഞല്ലോ, ഗുരുവായൂരപ്പന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ്. ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള്, രാഷ്ട്രീയ പ്രവർത്തകര്, സാമൂഹ്യ പ്രവർത്തകര്, ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ബാങ്കിങ് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ, അപവാദങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റ് സംരംഭങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ചില വഞ്ചനകള്, ചില ചതികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട്. പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക, ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക, ധനം മോഷ്ടിക്കുക, ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ്. കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ, ചില വേദനകൾ, ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മേടം, ഇടവം, ചിങ്ങം, തുലാം മാസങ്ങളിൽ ചെയ്യണം. ഈ 4 മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക്, അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക, അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക, വാഹനം വാങ്ങുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും 2026 ഈ 4 മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക്, പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും. അതായത് 1201 ആണ്ട് മേടമാസവും ഇടവമാസവും, 1202 ചിങ്ങമാസവും തുലാമാസവും, ഈ 4 മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ, ഇറങ്ങി പുറപ്പെടുവാൻ, ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം. അപ്പോൾ ഈ പറഞ്ഞ 4 മാസങ്ങളിൽ നേരം കുറിച്ച്, സമയം കുറിച്ച് അങ്ങോട്ട് ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും. വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹ യോഗം, അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ്. അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ. കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം എടുക്കുമ്പോൾ ധനാഗമനം, വാഹനയോഗം, സന്താന സൗഭാഗ്യം, ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹ യോഗം, കർമ്മപുഷ്ടി, കീർത്തി, ഈ 6 കാര്യങ്ങളും ഉറപ്പായിട്ടും വന്നു ചേരുമെന്ന്. അപ്പോൾ ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാതെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം, വിവാഹ സൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും. അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ്. വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി, പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി, എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് 2026.
ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ 2026 ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും. കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗ്രഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം. അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല. ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമിഴ്ത്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികളുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 5ാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യം ഉണ്ടാവും. എന്നാൽ എല്ലാവർക്കും 5ാം ഭാവത്തിൽ രാഹു ആയിരിക്കില്ല സന്താന പ്രതിബന്ധകാരകനായിട്ട് നിൽക്കുക. അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും. ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ 2026 ഈ രണ്ട് യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടുപോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തുന്ന ഒരു വർഷമാണ് 2026. ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം. വീട്, വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം. പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം 2026 ലഭിക്കും. അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളുമെല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ്. പുതിയ സൗഹൃദ ബന്ധങ്ങൾ, പുതിയ പ്രണയ ബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ്. അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും. കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ, നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക. അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ, കൂടുതൽ സത്യസന്ധതയോടെ, കൂടുതൽ വിശ്വാസത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം. അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി അവർക്ക് വളരെ നല്ല സമയമാണ്. കലാമേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ്. ഈ കലാമേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ, പ്രശസ്തി പത്രങ്ങൾ, അനുമോദനങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് 2026. അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വിധികൾ വന്നു ചേരും. വളരെ വർഷങ്ങളായിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക്, മാനസികമായിട്ട് വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക. നീരോടെ നെറിവോടെ നിഷ്കളങ്കതയോടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കാം. എല്ലാ കാര്യങ്ങളിലും കോടതി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക. അതുപോലെ ഈ നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട ചിലർക്ക് ഇപ്പോഴുള്ള വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടി വന്നേക്കാം. അതുപോലെ ചില ബന്ധുക്കളുമായിട്ട്, കുടുംബക്കാരുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുള്ള സമയമാണ്. കലഹങ്ങളിലേക്കൊക്കെ അത് പോയേക്കാം. അതുപോലെ ഈ നക്ഷത്രക്കാരായ ചിലരുടെ സ്വത്തൊക്കെ തട്ടിയെടുക്കുവാനുള്ള കണ്ണോടുകൂടി നിങ്ങളെ സമീപിക്കുന്ന ചില ബന്ധുക്കളും സ്വന്തക്കാരുമൊക്കെ ഉണ്ടായേക്കാം. അതുപോലെ വളരെ അടുത്ത് നിന്ന് ചില ആളുകളുമായിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ, അവരുടെ ചില ചെയ്തികൾ കൊണ്ട് നിങ്ങൾക്ക് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാവുന്ന സാഹചര്യങ്ങളും വന്നു ചേരാം. അതുപോലെ ഈ നക്ഷത്രക്കാരുടെ ചുറുചുറുക്കോടെയുള്ള പ്രവർത്തനങ്ങളും നിങ്ങളുടെ സമീപനങ്ങളും കണ്ട് മറ്റു ചിലർക്ക്, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചിലർക്ക് നിങ്ങളോട് ശത്രുതാപരമായ സമീപനങ്ങൾ ഉണ്ടായേക്കാവുന്ന സമയമാണ്. കാരണം അവർക്ക് ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ചുറുചുറുക്കോടെ പെട്ടെന്ന് നിതാന്ത ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്.
ആ കഴിവിൽ മറ്റു ചിലർ അസ്വസ്ഥരാകുന്നത് വളരെ വലിയതായിട്ട് നമുക്ക് കാണുവാൻ ഈ വർഷം സാധിക്കും. കാരണം നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ ജീവിതം ഒന്ന് പച്ചപിടിപ്പിച്ചെടുത്തതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ. പക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ നല്ല സുഖസൗകര്യത്തിൽ ജീവിക്കുന്നു, നല്ല ആർഭാടകരമായിട്ട് ജീവിക്കുന്നു, സത്യസന്ധമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇത് മറ്റു ചിലരിൽ നിങ്ങളോട് ശത്രുത ഉണ്ടാക്കിയേക്കാവുന്ന ഘടകങ്ങളാണ്. ഈ ശത്രുദോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരല്പം കൂടുതലായിരിക്കും. പല രീതിയിലും ശത്രുക്കളെ കൊണ്ടുള്ള മനപ്രയാസങ്ങൾ, ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക, പണം കടം കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കരാറുകളിൽ ഏർപ്പെടുക, ഏതെങ്കിലും ബിസിനസ് സംരംഭങ്ങളിലൊക്കെ ചിലപ്പോൾ നിങ്ങളെ ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ നിന്ന് കോടികളോ ലക്ഷങ്ങളൊക്കെ വാങ്ങിയെടുക്കാം. പക്ഷെ അതൊക്കെ വലിയ ചതിക്കുഴികളായിരിക്കും. ഇത്തരത്തിലുള്ള ചില അബദ്ധങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പണം കടം കൊടുക്കുന്ന രീതിയിലേക്കുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും, വലിയ രീതിയിൽ പണം കടം കൊടുക്കുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അത് പിന്നീട് പല പ്രശ്നങ്ങൾക്കും വഴിവെക്കും. വളരെ ക്രൂരമായ രീതിയിൽ ചതിയിൽപ്പെടുത്തുന്ന ചില വഞ്ചനാ സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം കുറച്ച് പിടപ്പുണ്ടെങ്കിലും വളരെ നൈർമല്യമുള്ള ഒരു മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ, ഏറ്റവും സത്യസന്ധനായ, ഏറ്റവും ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളുമായിട്ട് അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ട് ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വർഷം തന്നെ ചെയ്യണം. ധനുമാസം 1-ാം തീയതിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പിറന്നാൾ എന്നാണോ അന്നോ നിങ്ങൾ നിർബന്ധമായിട്ടും ഗണപതി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം നടത്തുക. ഒപ്പം ഭഗവതി ക്ഷേത്രത്തിൽ വൈകിട്ട് ഭഗവതി സേവയും നടത്തുക. ധനുമാസത്തിലെ ആദ്യ വ്യാഴാഴ്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒരു പാൽപായസവും നെയ്വിളക്കും സമർപ്പിക്കുക. ഒപ്പം ഭഗവാന് ഒരു മഞ്ഞപ്പട്ടും ചാർത്തുക. പറ്റുമെങ്കിൽ ആ വ്യാഴാഴ്ച ദിവസം ഭഗവാന് പാദം മുട്ടി നിൽക്കുന്ന ഒരു തുളസി മാലയും സമർപ്പിക്കണം. അതോടൊപ്പം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ദേവി ക്ഷേത്രത്തിൽ നിങ്ങളുടെ പേരിൽ ഒരു കടുംബായസവും വഴിപാടായിട്ട് നടത്തുക. ഇത് ഈ പറഞ്ഞ വഴിപാടുകളെല്ലാം ധനുമാസം ആദ്യം തന്നെ, തുടക്കം തന്നെ, ധനു 15 തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 2026 നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു വർഷമായി തീരും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അച്ചിട്ടാവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും കുളി കഴിഞ്ഞാൽ ഉടനെ തന്നെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ഒരു 8 പ്രാവശ്യം ജപിക്കുക. ജീവിതത്തിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരും. മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി, നമസ്കാരം.